കറൂട്ടല്ലേ. ഹായ് ഗൈസ്, ഇന്ന് രാവിലെ തന്നെ ഒരു അതിരപ്പള്ളി സൈറ്റ് സീങ് കണ്ട ഗൈസ്. അപ്പോൾ കസ്റ്റമർ പിക്കപ്പ് എന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം കൊച്ചി സൈറ്റ് സീങ് ഉണ്ടായിരുന്നു ഡ്രൈവറൊപ്പം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാൻവാസ് ചെയ്ത് അതിരപ്പള്ളി കൂടി ആക്കിയതാണ്. 10 ലക്ഷം നമ്മുടെ CNG കണ്ട. അതുപോലെ CNGക്ക് റേറ്റ് കൂടിയപ്പോൾ വണ്ടിയുടെ ആൾക്കാരെണ്ണം കൂടി. ഗൈസ് അങ്ങനെ കറക്റ്റ് 8 മണിയായപ്പോഴത്തേക്കും കസ്റ്റമർ പിക്കിൻ്റെ ലൊക്കേഷനിൽ എത്തിയില്ല. കസ്റ്റമർ വിളിച്ച് പറഞ്ഞായിരുന്നു ഇപ്പോൾ വരാൻ പറഞ്ഞു. ഒരു മച്ചാൻ വന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച് ഊബറിൻ്റെ ആപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്ന് ജസ്റ്റ് ഓണാക്കി നോക്കുമെന്ന് വെച്ച്. മച്ചാൻ റെന്റിനാണ് ഉണ്ടാവുക. പുള്ളി 115 രൂപ കൂടിയിട്ടുള്ളൂ. ഇന്ന് ശനിയാഴ്ച ദിവസമായിട്ട് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ദൂരം വണ്ടി നിരന്നിറങ്ങാൻ വണ്ടിയാണ്. അവർക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആദ്യത്തിൽ കയറ്റിയായിരുന്നു. ഈ ഫാമിലി ചെന്നൈ എന്നുള്ള ഫാമിലി ഉണ്ടാവും. ഞാൻ ലാസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം എല്ലാവരും കൂടി നിന്ന്. നമ്മുടെ അതിരപ്പള്ളിയിൽ നല്ല കിടിലം മഴയാണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ റെയിൻ കോട്ട് ഒന്ന് മേടിപ്പിക്കണം. റെയിൻ കോട്ടിട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ, ഈ പണി പാകും. പിന്നെ അവരെ വാഴച്ചാലിലേക്ക് ആദ്യം കൊണ്ടുവന്നിട്ടാണ്. അതിരപ്പള്ളിയിൽ നല്ല തിരക്കുണ്ട്. മലക്കപ്പാറ റൂട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വെരി നൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ചാർപ്പ വാട്ടർഫോൾസിൽ എത്തിയിട്ടാണ്. ഇനി ഇവിടുത്തെ ഫോട്ടോസും ഇതെല്ലാം എടുത്തിട്ട് നേരെ അതിരപ്പള്ളി. ഇത് നമ്മുടെ കസ്റ്റമറാണ് നിൽക്കുന്നത്. ഞാനവിടെ അതിരപ്പള്ളിയിൽ ഇറക്കിയിട്ടാണ്. എന്നിട്ട് ഞാൻ കുറേ മുമ്പോട്ട് ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ ചേച്ചിയുടെ അവിടെ കയറിയില്ലായിരുന്നു. അവിടെ അടച്ചിട്ടേവൻ. ഞാനപ്പോൾ ഈ സൈഡിൽ കൊണ്ട് എനിക്ക് കിട്ടി ഒരു പാർക്കിംഗ്. പക്ഷേ അവർക്ക് റേഞ്ചില്ല. ഞാൻ അവരോട് പറഞ്ഞ് കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടുമെന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ വിളിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് യൂട്ടർ എടുത്ത് അങ്ങോട്ട് കറങ്ങി പോയി അവരെ പിക്ക് ചെയ്താൽ മതിയല്ല. ഇവിടെ പാർക്ക് ചെയ്തിട്ട് മേലോട്ട് പോകാം. ഒരാളവിടെ കടിച്ച് പറക്കണം. അതിരപ്പള്ളിയിൽ ഇവിടെ ഇടാൻ പറ്റില്ല. ഞാൻ അവിടെയാണ് വെച്ചത്. അപ്പോൾ ഈ ബസ് ഏട്ടൻ വന്നിട്ട് പറഞ്ഞു മോനെ ഇപ്പുറത്തൊന്നും ഇടാന്ന് വെച്ചു. അണ്ണന്മാർ തന്നെ ഉണ്ടോ? ഞാൻ പറഞ്ഞു അതിനെന്താ നോ പ്രോബ്ലം. ഞാൻ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ വേറെ ബസ് വന്നിട്ട് മോനെ അപ്പുറത്തോട്ട് പോകും. ഞാൻ എൻ്റെ മുന്നേ എവിടെയെങ്കിലും കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഗൈസ് കസ്റ്റമർ കാണുന്നില്ലല്ലോ. ഈ സമയത്ത് ഇവിടെ തിരക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഉള്ളിലോട്ടൊക്കെ നല്ല തിരക്കുണ്ട്. ഇവിടെ പാർക്കിംഗ് പാടില്ല. പെട്ടെന്ന് കിട്ടണം പറഞ്ഞു. ഇവന്മാര് പണി മുടക്കി ഗൈസ്. അടിയോടെ പോടാ എല്ലാം പോടാ പോകാം. ഇത് മ്ലാവ് സൂപ്പർ. ഏകദേശം നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ട് അവർ ഹോട്ടൽ എയർപോർട്ട് സൈഡിൽ തന്നെയാണ് പറഞ്ഞു ബുക്ക് ചെയ്തേക്കുന്നത്. നാളെ അവർക്ക് രാവിലെയാണ് എയർപോർട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നത്. പുള്ളിക്കാരൻ എനിക്കൊരു ഡയറി വിളിക്കാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ സജസ്റ്റ് ചെയ്യും നിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്. അവരുണ്ട് അതിൻ്റെ വിളിക്കാരി. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സെൽഫി കൂടി എടുത്തിട്ട് ഇന്നത്തെ പരിപാടി അവിടെ അവസാനിപ്പിച്ചിട്ടോ. എല്ലാം സാധനം എടുത്തായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പാക്കല ഗൈസ്. ടയർഡായി. ബൈ ഗൈസ്. അതും കഴിഞ്ഞ് വീട്ടിലോട്ട് തന്നെ വഴിക്ക് പാലാരോട്ട് ഒരു ഫോട്ടോ കോച്ചിലേക്ക് ഒരു ട്രിപ്പ് അടിച്ച് ഊബറിൽ.